നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. കോട്ടായിയിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടായി പെരുംകുളങ്ങരയിൽ 75 വയസ്സുള്ള ചിന്ന, മകൻ 40 വയസ്സുള്ള ഗുരുവായൂരപ്പൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോട്ടായി പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മുള്ളൂർക്കര പഞ്ചായത്തിലെ 11ാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് സമാപനം കുറിച്ച് ആവേശമുയർത്തി കൊട്ടിക്കലാശം. ആത്മവിശ്വാസത്തോടെ വിവിധ മുന്നണികൾ. അപകട ഭീഷണി ഉയർത്തി തൃശൂർ വടക്കാഞ്ചേരി കുമ്പളങ്ങാട്ടെ കുന്നിന് മുകളിലെ കൂറ്റൻ പാറക്കല്ലുകൾ. കുമ്പളങ്ങാട് മാലിന്യയാർഡ് പരിസരത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ പാറക്കല്ലുകളാണ് യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഭീഷണി ഉയർത്തുന്നത്. മങ്കരയിൽ പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും ഭീഷണി ഉയർത്തി മങ്കര പോലീസ് സ്റ്റേഷൻ വളപ്പിലെ കാലപ്പഴക്കം ചെന്ന പടുകൂറ്റൻ മരം. വാർത്തകൾ വിശദമായി. കോട്ടായിയിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടായി പെരുംകുളങ്ങര പല്ലുകാവിൽ പരേതനായ ചാമിയുടെ ഭാര്യ 75 വയസ്സുള്ള ചിന്ന, മകൻ 40 വയസ്സുള്ള ഗുരുവായൂരപ്പൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചിന്നയെ കിടപ്പുമുറിയിലും മകൻ ഗുരുവായൂരപ്പനെ പരിസരത്തെ മരക്കൊമ്പിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടത്. തിങ്കളാഴ്ച രാവിലെ 6:30യോടെ പരിസരവാസികളാണ് ഗുരുവായൂരപ്പനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഉടനെ വീട്ടിലെത്തി അമ്മയെ അന്വേഷിച്ചപ്പോഴാണ് കിടപ്പുമുറിയിൽ ചിന്നയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വൃദ്ധയായ ചിന്നയും മകനുമാണ് വീട്ടിൽ താമസിക്കുന്നത്. കർഷക തൊഴിലാളിയായ ഗുരുവായൂരപ്പൻ അവിവാഹിതനാണ്. ചിന്നയുടെ മറ്റു മക്കളും സമീപത്തു തന്നെയാണ് താമസിക്കുന്നത്. ചിന്ന കുറച്ചു ദിവസമായി പനി ബാധിച്ച് കിടപ്പിലായിരുന്നെന്ന് പരിസരവാസികൾ പറയുന്നു. ചിന്നയുടെ മൃതദേഹത്തിലോ മുറിയിലോ അസ്വാഭാവികമായൊന്നും കണ്ടെത്താനായില്ലെന്നും പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മാത്രമേ കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ എന്നും കോട്ടായി പോലീസ് പറഞ്ഞു. കോട്ടായി സർക്കിൾ ഇൻസ്പെക്ടർ സിജോ വർഗീസ്, SI സുരേഷ് ബാബു തുടങ്ങിയവരും പാലക്കാട് നിന്നെത്തിയ ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. തുടർന്ന് മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പരസ്യപ്രചരണത്തിന് സമാപനം കുറിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊട്ടിക്കലാശം അരങ്ങേറി. ജൂലൈ 30-നാണ് തിരഞ്ഞെടുപ്പ്. പരസ്യപ്രചരണത്തിന് അവസാനം കുറിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടന്ന ആഹ്ലാദ പ്രകടനം ആവേശഭരിതമായി. നിരവധി പ്രവർത്തകരാണ് ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തത്. വിലമതിക്കാനാവാത്ത സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയനായ സാരഥി ശ്രീ കെ സുരേന്ദ്രനെ താമര അടയാളത്തിൽ വോട്ടുകൾ നൽകൂ, വിജയിപ്പിക്കൂ. വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇത്തവണ സിറ്റിംഗ് വാർഡ് നിലനിർത്തുക എന്ന ആത്മവിശ്വാസത്തോടെയാണ് LDF തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. KB ജയദാസാണ് LDF സ്ഥാനാർത്ഥി. ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകരാണ് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത്. സംസ്ഥാന തലത്തിൽ തന്നെ CPMന്റെ മുതിർന്ന നേതാക്കളെത്തിയായിരുന്നു LDF പ്രചരണം. ഉപതെരഞ്ഞെടുപ്പിൽ LDF വാർഡ് നിലനിർത്തുമെന്ന് ജയദാസ് പറഞ്ഞു. തീർച്ചയായും സഖാവ് കുഞ്ഞു മുഹമ്മദിൻ്റെ നിര്യാണത്തെ തുടർന്നുണ്ടായുള്ള ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ LDF വിജയിക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ 19 വർഷമായി ഈ വാർഡ് ഇടതുപക്ഷത്തിൻ്റെ ഒപ്പമാണ്. സഖാവ് കുഞ്ഞുവിൻ്റെ ശരിപക്ഷത്തു നിന്നുള്ള സംഘടനാ പ്രവർത്തനത്തിലൂടെ ബാക്കിയുള്ള ഒരു പാർട്ടിയുടെ അനുഭാവികളെ പോലും ഇവിടെ കാണാനില്ല എന്നുള്ളതാണ് സത്യം. CPIയിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന MN ഭാസ്കരന്റെ ഒപ്പം നിരവധി CPI പ്രവർത്തകരും ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു. CPI നേതാവ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നത് തിരഞ്ഞെടുപ്പിൽ LDFനകത്തെ അസ്വാരസ്യങ്ങളും പ്രകടമാക്കുന്നുണ്ട്. CPIയുടെ സമുന്നതനായ നേതാവ് മത്സരിക്കുന്നു എന്നതാണ് CPM ഈ വാർഡിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളിയും. LDFന്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ മുള്ളൂർക്കര പഞ്ചായത്തിൽ ഇല്ല. അപ്പോൾ LDF സംവിധാനം ഇല്ല. അതാണ് LDF ആയിട്ട് തെറ്റിയിട്ട് CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന ഞാൻ രാജിവെച്ചിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. ഇന്നിപ്പോൾ പൊതുവെ നാട്ടുകാർ മുഴുവൻ സപ്പോർട്ടാണ്. നാട്ടുകാരെല്ലാവരും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം എന്നുള്ള പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിന്നത്. 100-400 വോട്ടിൻ്റെ മേലെ ഞാൻ പിടിക്കും. ആളുകളുടെ സപ്പോർട്ടും ഉണ്ട്. ഭൂരിഭാഗം ആളുകളുടെ സപ്പോർട്ട് നമുക്ക്. UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മുൻ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന MS വർഗീസ് ആണ്. കോൺഗ്രസിന്റെ ആഹ്ലാദ പ്രകടനത്തിൽ മുൻ MP രമ്യ ഹരിദാസും പങ്കുചേർന്നു. കോൺഗ്രസിനായി ലീഗ് പ്രവർത്തകരും വീടുകൾ കയറിയുള്ള പ്രചരണവുമായി സജീവമായിരുന്നു. MS വർഗീസ് എന്ന സ്ഥാനാർത്ഥിയുടെ അനുഭവ സമ്പത്ത് ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. വിജയം 100%. തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ
വളരെ അടുക്കും ചിട്ടയോടുകൂടി UDF നേതാക്കന്മാരും UDF പ്രവർത്തകരും വളരെ കൃത്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് UDF കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട ഈ വാർഡ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങളത് തിരിച്ചു പിടിക്കും. അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി ചിട്ടയോടും അച്ചടക്കത്തോടും കൂടി വളരെ കൃത്യമായി അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാർഡിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് KK സുരേന്ദ്രനാണ്. ആഹ്ലാദ പ്രകടനത്തിൽ BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ സ്ഥാനാർത്ഥിക്ക് ഷാൾ അണിയിച്ചു കൊടുത്തതോടെയാണ് BJPയുടെ ആഹ്ലാദ പ്രകടനത്തിന് തുടക്കമായത്. ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു. നേരത്തെ BJP സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സംസ്ഥാന സെക്രട്ടറി നാഗേഷും സജീവമായി പങ്കെടുത്തിരുന്നു. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾക്കൊപ്പം ശക്തനായ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടി എത്തിയതോടെ വാശിയേറിയ പോരാട്ടത്തിനാണ് വാർഡ് സാക്ഷ്യം വഹിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അപകടക്കെണിയായി തൃശൂർ വടക്കാഞ്ചേരി കുമ്പളങ്ങാട്ടെ കുന്നിൻ മുകളിലെ കൂറ്റൻ പാറക്കല്ലുകൾ. കുമ്പളങ്ങാട് മാലിന്യയാർഡ് പരിസരത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ പാറക്കല്ലുകൾ ആണ് പ്രദേശവാസികൾക്കും വഴിയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാകുന്നത്. പെരുമഴയിൽ നാട് മുഴുവൻ മരങ്ങൾ വീണും കുന്നിടിഞ്ഞും അപകടഭീതിയിൽ നിലകൊള്ളുകയാണ്. ഇതിനിടെയാണ് തൃശൂർ വടക്കാഞ്ചേരി കുമ്പളങ്ങാട്ടെ കുന്നിൻ മുകളിലെ പാറക്കല്ലുകൾ അപകട ഭീഷണി ഉയർത്തുന്നത്. കുമ്പളങ്ങാട് മാലിന്യയാർഡിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് നിരവധി പാറക്കല്ലുകൾ ഏതു സമയവും താഴേക്ക് പതിക്കാമെന്ന അവസ്ഥയിൽ നിലകൊള്ളുന്നത്. പാർലിക്കാട് വഴി വടക്കാഞ്ചേരി ചാവക്കാട് സംസ്ഥാന പാതയിലേക്ക് സഞ്ചരിക്കാനുള്ള എളുപ്പമാർഗം കൂടിയായതിനാൽ നിരവധി വാഹനങ്ങളാണ് കുന്നിന് താഴെയുള്ള റോഡിലൂടെ കടന്നു പോകുന്നത്. താഴെയുള്ള റോഡിന് എതിർവശത്തായി നിരവധി വീടുകളുമുണ്ട്. മഴ ശക്തമായാൽ പാറക്കല്ലുകൾ പാതയിലേക്കും സമീപത്തെ വീടുകൾക്ക് മുകളിലേക്കും പതിക്കുമെന്ന ആശങ്കയാണ് പ്രദേശവാസികൾക്കുള്ളത്. കുന്നിൻ മുകളിലെ റബ്ബർ മരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി വെട്ടിമാറ്റിയതോടെ ഇളകിമാറിയ മണ്ണിന് മുകളിലെ പാറകൾ അപകടഭീതി സൃഷ്ടിക്കുന്നതായി പരിസ്ഥിതി സംഘടന ജനനിയും ചൂണ്ടിക്കാട്ടുന്നു. മേഖലയിലെ ദുരന്തഭീതി അകറ്റാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം. ഏറ്റവും ഉയരമുള്ള കുന്നുണ്ട് അവിടെ സ്വകാര്യ വ്യക്തി മരം മുറിച്ച് മാറ്റിയപ്പോൾ വലിയ ഉരുളൻ കല്ലുകളും മറ്റും റോഡിലേക്ക് വീഴത്തക്ക രീതിയിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. ഇനി മഴ പെയ്യുമ്പോൾ ആ മണ്ണ് ഒലിച്ചു പോവുകയും ഈ കല്ലുകൾ റോഡിലേക്ക് വന്ന് പൊതുജനങ്ങൾക്കും അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ വീട്ടിലേക്കും ഒക്കെ വീഴുന്നതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ കല്ല് മാറ്റുന്നതിന് വേണ്ടി യാതൊരു വിധത്തിലുള്ള ശ്രമം നടക്കുന്നില്ല. ഒരു അപകടം വന്നതിന് ശേഷം എല്ലാവരും ഓടിക്കൂടി എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ അപകടം വരാതെ സംരക്ഷിക്കേണ്ടതാണ് നമ്മളുടെ അത്യാവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അപകട ഭീഷണി ഉയർത്തി മങ്കര പോലീസ് സ്റ്റേഷൻ വളപ്പിലുള്ള പടുകൂറ്റൻ മരം. അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പരാതി നൽകിയെങ്കിലും നടപടിയായില്ല. വളർന്ന് പന്തലിച്ച മരം റോഡിലേക്കും സമീപവാസികളുടെ വീടിലേക്കും പന്തലിച്ച് കിടപ്പുണ്ട്. മരത്തിന്റെ കൂറ്റൻ ചില്ലകൾ ചരിഞ്ഞും ചാഞ്ഞും കിടക്കുന്നത് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തുന്നു. ഇതിന് സമീപത്താണ് പെട്ടിക്കടയും ഓട്ടോറിക്ഷ സ്റ്റാൻഡും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത്. അതിനോട് തൊട്ടുചേർന്ന് തന്നെ വീടുകളുമുണ്ട്. ശക്തമായ കാറ്റോ മഴയോ വന്നാൽ മരം കടപുഴകി വീഴാനുള്ള സാധ്യതയും ഏറെയാണ്. മരം നിലംപതിച്ചാൽ പ്രദേശത്ത് വലിയ ദുരന്തം തന്നെയായിരിക്കും സംഭവിക്കുക. പ്രദേശവാസികൾ അധികൃതർക്ക് പരാതി നൽകി മാസങ്ങളായെങ്കിലും മരം വെട്ടിമാറ്റാനുള്ള നടപടി ഇന്നേ വരെ ഉണ്ടായില്ല. യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി കൈക്കൊള്ളണമെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം. വണ്ടികൾ പാർക്ക് ചെയ്യുന്നു, അപ്പുറം വീടുകളും മറ്റു കാര്യങ്ങളുണ്ട്. ഈ കൊച്ചിൻ്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കും. അപ്പം അതിനുവേണ്ടി ഒരുപാട് ഇതൊക്കെ കൊടുത്തിട്ടായിരുന്നു. അതിനൊരു ആക്ഷൻ കാണാനില്ല. കാണുന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ. അത് വെട്ടി മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂരിലെ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള സംഘം ഷിരൂരിലേക്ക് പുറപ്പെട്ടു. ഷിരൂരിൽ കാണാതായ മലയാളിയായ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിനായി കാർഷിക സർവകലാശാലയുടെ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് മുന്നോടിയായാണ് വിദഗ്ധ സംഘം ഷിരൂരിലേക്ക് പുറപ്പെട്ടത്. ഡ്രഡ്ജർ ഉപയോഗിച്ച് നദിയിൽ തിരച്ചിൽ നടത്തുന്നതിനായുള്ള സാധ്യതകൾ പരിശോധിക്കാനാണ് സംഘം പോകുന്നത്. ഡ്രഡ്ജിംഗ് യന്ത്രത്തിന്റെ ഒരു ഓപ്പറേറ്ററും കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥനുമാണ് ഷിരൂരിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ഷിരൂരിലെത്തി പരിശോധനകൾക്കു ശേഷം യന്ത്രം കൊണ്ടുപോകുന്നതിൽ അന്തിമ തീരുമാനമെടുക്കും.
നിലവിൽ ഡ്രഡ്ജർ തൃശൂർ എൽത്തുരുത്ത് കനാൽ വൃത്തിയാക്കുന്നതിനായി ഉപയോഗിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ നടക്കുന്ന രൂപാന്തരങ്ങൾ ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമാകുന്നു. റോഡിൽ വാഹനങ്ങൾക്കടിയിലമർന്ന് ജീവനറ്റ ചെറുജീവികളുടെയും വസ്തുക്കളുടെയും രൂപങ്ങളെ വ്യത്യസ്ത കോണുകളിലൂടെ പകർത്തി കാഴ്ചയാനുഭവമാക്കി മാറ്റിയിരിക്കുകയാണ് ഫോട്ടോഗ്രാഫറും മാധ്യമപ്രവർത്തകനുമായ രഞ്ജിത്ത് മാധവൻ. ചാലക്കുടി സ്വദേശിയായ രഞ്ജിത്ത് വഴികളിൽ കണ്ട വിചിത്രങ്ങളാണ് ചിത്രങ്ങളാക്കി മാറ്റിയത്. വാഹനങ്ങൾക്കടിയിൽപ്പെട്ട് പ്രാണനറ്റുപോയ ജീവികൾ, പൊഴിഞ്ഞു വീണ പഴവും കായും, ആരോ വലിച്ചെറിഞ്ഞ വസ്തുക്കൾ എല്ലാം ഇവയിലുണ്ട്. നിരന്തരം പലതരം വാഹനങ്ങൾ കയറിയിറങ്ങി വഴിയിൽ കിടന്നവയെ ക്യാമറയിൽ പകർത്തി അവതരിപ്പിക്കുമ്പോൾ അവയെല്ലാം അമൂർത്ത ചിത്രങ്ങളായി മാറുന്നു. പത്രപ്രവർത്തകനും സ്വതന്ത്ര ഫോട്ടോഗ്രാഫറുമായ രഞ്ജിത്ത് നടന്നും സൈക്കിളിലുമാണ് പ്രാദേശികമായ കൗതുകങ്ങൾ തേടിയിരുന്നത്. വേഗം കുറഞ്ഞ ഏക സഞ്ചാരങ്ങളിലാണ് പലയിടത്തും വഴിയിൽ അമർന്നു കിടന്ന അമൂർത്ത രൂപങ്ങളെ രഞ്ജിത്ത് കണ്ടത്. അവയിലും കലയുടെ കൗതുകമുണ്ടെന്ന വിശദീകരണമാണ് രൂപാന്തരങ്ങൾ എന്ന ഫോട്ടോ പരമ്പരയിലെ ഓരോ ചിത്രങ്ങളും. ഇത് ഞാൻ തുടങ്ങുന്നത് ഒരു 4 വർഷം മുൻപ് കോവിഡ് കാലത്ത് ആണ് കൂടുതലായിട്ടും ഇത്തരം ചിത്രങ്ങൾ എടുത്തു തുടങ്ങിയത്. പിന്നീട് എൻ്റെ മറ്റ് ഫോട്ടോഗ്രാഫി പ്രൊജക്റ്റുകളുടെ ഭാഗമായിട്ട് ഇന്ത്യയിലെല്ലാ സ്ഥലങ്ങളിലേക്കും ഞാൻ യാത്ര ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ ആ യാത്രകളുടെ ഇടയിലും ഞാൻ കണ്ട റോഡുകളിൽ കണ്ട കാഴ്ചകളിൽ നിന്നാണ് ഈ ചിത്രങ്ങളുടെ ശേഖരം ഒരുക്കാൻ കഴിഞ്ഞത്. ഇത് ആദ്യത്തെ പ്രദർശനമാണ് തൃശ്ശൂർ ആർട്ട് ഗാലറിയിൽ നടത്തുന്നത്. ലളിതകലാ അക്കാദമി സെക്രട്ടറി എൻ ബാലമുരളീകൃഷ്ണൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. 30ഓളം ചിത്രങ്ങളടങ്ങിയ പ്രദർശനം ഈ മാസം 30-ന് വൈകിട്ട് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പുതുശ്ശേരി മിത്രാനന്തപുരം ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ദേശഗുരുതി നടന്നു. ക്ഷേത്രം തന്ത്രി തിയന്നൂർ കാളിദാസൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ദേശഗുരുതി നടന്നത്. കർക്കിടക മാസത്തിന്റെ ഭാഗമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് ക്ഷേത്രത്തിൽ നടന്നുവരുന്നത്. ദേശഗുരുതിയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ രാവിലെ വിദ്യാഗോപാല മന്ത്രാർച്ചനയും മഹാഗണപതി ഹോമവും നടന്നു. തുടർന്ന് ദേവിക്ക് നവകം, പഞ്ചഗവ്യം, ചാന്താട്ടം എന്നിവയ്ക്കു ശേഷം വൈകുന്നേരത്തോടെയാണ് ദേശഗുരുതി നടന്നത്. ഭദ്രകാളി കോമരമായ പ്രസാദിന്റെ നേതൃത്വത്തിൽ ഭദ്രകാളി കർമ്മവും നടന്നതോടെ പ്രധാന പൂജകൾക്ക് പരിസമാപ്തി കുറിച്ചു. ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 3-ന് രാവിലെ 5 മണിക്ക് ആരംഭിക്കുന്ന കർക്കിടക വാവ് ബലിതർപ്പണത്തിന് സുനിൽ ശർമ്മ നേതൃത്വം നൽകുമെന്നും ഓഗസ്റ്റ് 5-ന് പൈങ്കുളം രാമകൃഷ്ണകുറുപ്പിന്റെ നേതൃത്വത്തിൽ ദാരികവധം പാട്ട് നടക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. കർക്കിടക മാസത്തിൽ 10 പതിറ്റാണ്ടുകൾക്ക് ശേഷം തന്ത്രി തിയന്നൂർ കാളിദാസ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യകർമ്മത്വത്തിൽ ദേശഗുരുതി ഭക്തജനങ്ങളെ നിറസാന്നിധ്യത്തോടുകൂടി വളരെയധികം ഭംഗിയിൽ ഇന്നേ ദിവസം നടത്തിയിരിക്കുകയാണ്. ഇതിൽ ഇതിനോട് സഹകരിച്ച എല്ലാ നാട്ടുകാരെയും, എല്ലാ ഭക്തജനങ്ങളും, എല്ലാ ദേശക്കാരെയും കമ്മിറ്റിയുടെ പേരിലും സ്വന്തം പേരിലും പ്രത്യേകം നന്ദി അറിയിപ്പിച്ചുകൊള്ളുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കുളപ്പുള്ളിയിൽ സംഗമിക്കുന്ന 21ഓളം വരുന്ന ശോഭായാത്രകളുടെ നടത്തിപ്പിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു. സ്വാഗത സംഘം രൂപീകരണ യോഗം ബാലഗോകുലം സംസ്ഥാന ഉപാധ്യക്ഷൻ എഴുവന്തല ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. രവിചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് കൗൺസിലർ അശ്വതി, സുരേഷ് ബാബു കണയം, ചന്ദ്രൻ കല്ലിപ്പാടം, പ്രഭു ഷൊർണൂർ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ ആഘോഷ പ്രമുഖായി സുരേഷ് ബാബു കണയത്തെയും സഹ ആഘോഷ പ്രമുഖന്മാരായി ഷനു ശ്രീറാം നഗർ, ഗോപകുമാർ കല്ലിപ്പാടം, KT രവിദാസ് എന്നിവരെയും രക്ഷാധികാരിമാരായി അശ്വതി, ബിന്ദു, സിനി മനോജ്, രാധാ സുരേന്ദ്രൻ, നിഷ ശശികുമാർ, കരുണാകരൻ, രാധാകൃഷ്ണദാസ്, പ്രദീപ്, കുഞ്ഞുകുട്ടൻ, ചന്ദ്രൻ തുടങ്ങിയവരെയും തിരഞ്ഞെടുത്തു. കൂടാതെ 21 സ്ഥലത്തു നിന്നും വരുന്ന ആഘോഷ പ്രമുഖന്മാരടക്കം 51 അംഗ കമ്മിറ്റിയും രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. CPIM മേൽമുറി ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അറിവ് വിജയോത്സവം സംഘടിപ്പിച്ചു. ചടങ്ങിൽ SSLC, +2 വിജയികളെ അനുമോദിച്ചു. പരിപാടി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്തു. വളരെ ഫേമസ് ആയ ചിത്രമാണ്. സുഡാനിൽ ഒരു മരുഭൂമിയിൽ ഒരു കുട്ടി ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുന്നു. എല്ലുന്തി, കണ്ടാൽ തന്നെ അറിയാം പട്ടിണി കിടന്നിട്ടും എന്തോ രോഗം ബാധിച്ചിട്ടൊക്കെ വല്ലാത്ത അവശ നിലയിലാണ്. അവനൊരു കുട്ടി കമിഴ്ന്ന് കിടക്കുന്നു. ആ കുട്ടിയുടെ അടുത്ത് ഒരു കഴുകൻ വന്നിരിക്കുന്നു. CPIM ബ്രാഞ്ച് സെക്രട്ടറി സുബിൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ CPIM LC അംഗം VK രവീന്ദ്രൻ അധ്യക്ഷനായി. ബാലസംഘം ജില്ലാ കൺവീനർ U ബാലചന്ദ്രൻ മുഖ്യ അതിഥിയായി. CPIM ഏരിയ കമ്മിറ്റി അംഗം M സുരേന്ദ്രൻ, LC സെക്രട്ടറി N ജയപാൽ, കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P രഞ്ജിത്ത്, ഷൊർണൂർ ജോല സെക്രട്ടറി KT ജോർജ്, EK ഉണ്ണികൃഷ്ണൻ, MK ശരത് തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ.
ACMAയുടെ കുടുംബസംഗമം നടന്നു. കുടുംബസംഗമം PNM ആയുർവേദ മെഡിക്കൽ കോളേജ് ഡയറക്ടർ സന്ധ്യ മന്നത്ത് ഉദ്ഘാടനം ചെയ്തു. കുളപ്പള്ളി ബ്ലൂ ഡയമണ്ട് കൺവെൻഷണൽ സെന്ററിൽ സംഘടിപ്പിച്ച കുടുംബസംഗമത്തിൽ സെക്രട്ടറി CS ജ്യോതിഷ് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് P പ്രദീപ് അധ്യക്ഷനായി. സായിക്കോ പ്രൈവറ്റ് ലിമിറ്റഡ് MD CP ജയൻ മുഖ്യാതിഥിയെ പരിചയപ്പെടുത്തി. ചിത്ര ഇൻഡസ്ട്രീസ് C ശിവദാസ് വ്യവസായ പ്രമുഖർക്കുള്ള ആദരവേറ്റുവാങ്ങി. ഷൊർണൂർ റോട്ടറി ക്ലബ് പ്രസിഡന്റ് NP കൃഷ്ണകുമാർ, ഷൊർണൂർ റോട്ടറി ക്ലബ് സെക്രട്ടറി KC രാജേഷ് തുടങ്ങിയവരെ പൊന്നാടി അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ പരിപാടിയിൽ വെച്ച് അനുമോദിച്ചു. ഷൊർണൂർ മെറ്റൽ LL PAV കൃഷ്ണകുമാർ, സായിക്കോ ചെയർമാൻ P പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. ട്രഷറർ മണികണ്ഠൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ഷൊർണൂർ. മജ്ലിസ് അൻസാറുല്ലാഹ് തൃശൂർ പാലക്കാട് ജില്ലാ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പാഞ്ഞാൾ വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ നടന്ന ക്യാമ്പ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് തൃശൂർ പാലക്കാട് ജില്ലാ അമീർ H സുലൈമാൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ജമാഅത്തിന്റെ വയോജന സംഘടന കൂടിയാണ് മജ്ലിസ് അൻസാറുല്ലാഹ്. രക്തദാന ക്യാമ്പ് തൃശൂർ IMAയുമായി സഹകരിച്ചുകൊണ്ടാണ് നടത്തിയത്. IMA ഇൻചാർജ് ഡോക്ടർ ബാബു ഡി പാറയ്ക്കൽ, വാർഡ് മെമ്പർ KV പ്രകാശൻ, മൗലവി K ഗമറുദ്ദീൻ, മൗലവി K മുഹമ്മദ് സലീം, H ഹബീബുള്ള തുടങ്ങിയവർ സംസാരിച്ചു. പ്രസ്തുത പരിപാടിയിൽ IMA പ്രവർത്തകർക്ക് സംഘാടകർ സ്നേഹോപഹാരം നൽകി. വയോജന വിഭാഗം പ്രസിഡന്റ് T റാഷിഖ് അഹമ്മദ് നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കോട്ടായിയിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടായി പെരുംകുളങ്ങരയിൽ 75 വയസ്സുള്ള ചിന്ന, മകൻ 40 വയസ്സുള്ള ഗുരുവായൂരപ്പൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോട്ടായി പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മുള്ളൂർക്കര പഞ്ചായത്തിലെ 11ാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് സമാപനം കുറിച്ച് ആവേശമുയർത്തി കൊട്ടിക്കലാശം. ആത്മവിശ്വാസത്തോടെ വിവിധ മുന്നണികൾ. അപകട ഭീഷണി ഉയർത്തി തൃശൂർ വടക്കാഞ്ചേരി കുമ്പളങ്ങാട്ടെ കുന്നിന് മുകളിലെ കൂറ്റൻ പാറക്കല്ലുകൾ. കുമ്പളങ്ങാട് മാലിന്യയാർഡ് പരിസരത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ പാറക്കല്ലുകളാണ് യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഭീഷണി ഉയർത്തുന്നത്. മങ്കരയിൽ പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും ഭീഷണി ഉയർത്തി മങ്കര പോലീസ് സ്റ്റേഷൻ വളപ്പിലെ കാലപ്പഴക്കം ചെന്ന പടുകൂറ്റൻ മരം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.